മീൻ വാങ്ങി എത്രയാവും? എത്ര ദിവസമാ? ഏറ്റവും കൂടുതൽ സ്വർണം കൊടുത്ത് മകളെ ഇറക്കി വിടാനൊക്കെയാണ് നമ്മുടെ പേരൻസ്. എപ്പോഴാണെങ്കിലും എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്ത് നമ്മളെ ഇറക്കി വിടാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ നാട്ടിലെ പോലെ തന്നെ ഫുൾ തിരക്ക്. പാവയ്ക്കൊന്നും നമുക്ക് ഇവിടെ കിട്ടാനേ ഇല്ല. പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇവിടുത്തെ കൈൻഡ് ഓഫ് ഒരു ലക്ഷറി ആയിട്ടാണ്. ലോണിന്റെ പെർസെന്റേജ് വളരെ കൂടുതലാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു കേട്ടോ. നമ്മളിനെ കണ്ടിട്ട് കുറച്ച് നാളായതുപോലെ ഫീൽ ചെയ്യുന്നു. ഇന്ത്യ വിട്ടപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. തിയാങ്കി മാർക്കറ്റ്സ് ആണ്, സൺഡേ മാർക്കറ്റുകളാണ്. വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫ്രീ ആയി തൊലി ഉരിച്ചു വെച്ചിട്ട് വെക്കുന്നത് കൊണ്ട് ഇത് നോക്കുമ്പോ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നമ്മുടെ നടുപൊടിയും. നമ്മളുടെ നാട്ടിൽ എങ്ങനെയാണ് ഒരു ജോലി കിട്ടുക, കല്യാണം കഴിക്കുക, വീട് വാങ്ങുക, അതെ എങ്ങനെയാ പറഞ്ഞുതരാം. ഹലോ വീഗോസ്, അപ്പൊ എല്ലാവർക്കും ഹിറ്റാച്ചിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എപ്പോഴും നമ്മൾ ട്രാവലിന്റെ വീഡിയോസ് എല്ലാം എടുക്കുക. ഇത്തവണ നമ്മൾ വീഡിയോ എടുക്കുന്ന കുറച്ച് ഇൻഫർമേഷണൽ കണ്ടന്റ് ആണ്. സോ മെക്സിക്കോയിലോട്ട് നിങ്ങൾ ആരെങ്കിലും വരാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അല്ല ഇവിടെ താമസിക്കുന്നവർക്കും കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കേട്ടോ നമ്മൾ ഇത്തവണ പറയാൻ പോകുന്നത്. മെക്സിക്കോയിലെ ലിവിങ് എക്സ്പെൻസസിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ. ഇവിടുത്തെ ജീവിതശൈലികളും ഇവിടെ എന്തോരം നമുക്ക് എക്സ്പെൻസ് നമുക്കുണ്ടാവും ഒരു മാസം എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും മെക്സിക്കോയില് ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 2 വർഷം ആയിട്ടുള്ളൂ. ആള് വന്നിട്ട് ഇപ്പൊ ഒരു 6 വർഷം ആവുന്നല്ലേ? 6 വർഷല്ലേ? അപ്പൊ എന്നെക്കാളും കുറച്ച് ആധികാരികമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ ആൾക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് പരിമിതമായിട്ടുള്ള അറിവാണ് ഉള്ളതിൽ വെച്ചിട്ട് പറയാം. പിന്നെ എന്താ, ഇതിപ്പോ ഞങ്ങൾ താമസിക്കുന്നത് ഗൊദലഹാര, ഹലിസ്കോ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇപ്പോ കേരളത്തില് ഉള്ള എക്സ്പെൻസ് ആയിരിക്കത്തില്ലല്ലോ ഇപ്പൊ ഉത്തർപ്രദേശ് പോയിട്ട് ജീവിക്കാനുണ്ടാവുക. അതുപോലെ തന്നെ GDL എന്ന് പറയുന്നത് ഗൊദലഹാരയുടെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അപ്പോൾ GDL ജീവിക്കാനുള്ള എക്സ്പെൻസും ഇപ്പൊ മെക്സിക്കോ സിറ്റിയിൽ ജീവിക്കാനുള്ള എക്സ്പെൻസും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ ജീവിക്കാനുള്ള ഓൾമോസ്റ്റ് എത്രയാവും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ മെക്സിക്കോയിൽ ഫസ്റ്റ് ഒരാൾ കടന്നു വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഡൗട്ട്, ഇവിടെ ഒരു സ്റ്റേ, നമ്മുടെ പാർപ്പിടം, അതാണല്ലോ നമ്മുടെ പ്രൈമറി ആയിട്ട് നമുക്ക് വേണ്ട കാര്യം. ഇവിടെ താമസിക്കണമെങ്കിൽ അപ്പാർട്ട്മെന്റുകൾ അവൈലബിൾ ആണ്, ഇൻഡിവിജ്വൽ ഹൗസസ് അവൈലബിൾ ആണ്. ഇല്ല നമുക്കിവിടെ നാട്ടിലെ വില്ല കൈൻഡ് ഓഫ് ഒരു സെറ്റപ്പ് കോത്തോസ് അവൈലബിൾ ആണ്. സോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പെൻസ് എത്രയാവും? എത്ര ദിവസമാ? ഒരു അപ്പാർട്ട്മെന്റ്, ഒരു ഡീസന്റ് അപ്പാർട്ട്മെന്റ് ഇപ്പൊ എടുക്കണമെങ്കിൽ മിനിമം 10,000 പെസോസ്. സോ നമ്മൾ പെസോ എന്ന് പറയുന്നത് എല്ലാം ഇൻറ്റു 4.5 ഇട്ടോളൂ. സോ 45,000 റുപ്പീസ് വരും ഒരു ഏറ്റവും മിനിമം ഒരു അപ്പാർട്ട്മെന്റ് ഇവിടെ റെന്റ് ഔട്ട് ചെയ്യാൻ. അത് 1 BHK ആണോ പറയുന്നത്? 2 BHK? ഇവിടെ 1 BHK കൺസെപ്റ്റ് വളരെ കുറവാണ്. ഇവിടെ അങ്ങനെ 1 BHK കിട്ടുന്നത് പുതിയ അപ്പാർട്ട്മെന്റ്സ് മാത്രമേ 1 BHK ഉള്ളൂ. പഴയ അപ്പാർട്ട്മെന്റ്സും വീടുകളും ഒന്നും ഇവിടെ 1 BHK എന്നുള്ള കൺസെപ്റ്റേ ഇവിടെ ഇല്ല, വളരെ റയർ ആണ്. അപ്പൊ 2 BHK വേണമെങ്കിൽ 45,000. ഇപ്പൊ ഒരു ബാച്ചിലർ ആയിട്ട് വരുവാണെങ്കിൽ അവര് 2 പേർക്ക് ഷെയർ ചെയ്യാം, ഇല്ല 4 പേർക്ക് ഷെയർ ചെയ്യാം. ഇല്ല, ഇവിടെ അങ്ങനെ 4 പേര് ഷെയറിംഗ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീടോ അപ്പാർട്ട്മെന്റോ റെന്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മളോട് ഓണറോ അല്ലെങ്കിൽ ഏജന്റോ ഓൾറെഡി ക്ലോസ് വെക്കും. മാക്സിമം 2 പേരെ പാടുള്ളൂ. അതിന് കൂടുതൽ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മള് എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പൊ അതെങ്ങാനും അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോ ആണെങ്കിലും എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്ത് നമ്മളെ ഇറക്കി വിടാൻ പറ്റും. സോ ഇത് തന്നെയായിരുന്നു വന്ന ടൈമിലെ എക്സ്പെൻസ്? വന്ന ടൈമിൽ വളരെ ചീപ്പായിരുന്നു. ഞാൻ വന്നപ്പോ 2019 വന്ന സമയത്ത് ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ് പ്ലാസ ദെൽസോൾ ഏരിയയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5,000 പെസോ ആയിരുന്നു ഉണ്ടായിരുന്നു. 5,000 എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 20,000 റുപ്പീസ് അത്രയും ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് ആക്ച്വലി പെസോന് ഇത്ര വാല്യൂ ഉണ്ടായിരുന്നില്ല. ഞാൻ വന്ന സമയത്തേക്ക് ഒരു 3.5 ആയിരുന്നു ആവറേജ് റേറ്റ് പെസോന്. സോ നമ്മളത് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ വളരെ ചീപ്പായിരുന്നു. ഇന്ത്യയില് ഞാൻ താമസിച്ചിരുന്നത് ബാംഗ്ലൂരിലായിരുന്നു. സോ ബാംഗ്ലൂരിൽ താമസിച്ചിട്ട് ഞാൻ ഗൊദലഹാര വന്നപ്പോൾ എനിക്ക് ഏകദേശം ബാംഗ്ലൂരിനേക്കാളും കുറച്ച് ചീപ്പായിട്ടാണ് ഈ ഗൊദലഹാരയിലത്തെ റെന്റൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ബാംഗ്ലൂരിന്റെ സിമിലർ എക്സ്പെൻസ് ആയിരുന്നു അപ്പൊ. പക്ഷേ ഇപ്പോ ഇൻഫ്ലേഷൻ കാരണം ഇതങ്ങ് കൂടിയല്ലേ? അതെ അതെ, ഇപ്പൊ വളരെ വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഓൾമോസ്റ്റ് IT റിലേറ്റഡ് വർക്കായിട്ട് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി വരുന്നവരും അത് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിൽ വരുന്നവരായിരുന്നു. അപ്പോൾ നമ്മളെ ഫോറിനേഴ്സ് ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു തുടങ്ങിയതിനു ശേഷം നമ്മുടെ എക്സ്പെൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവില് ഒരു 10,000 ടു ഒരു 12,000 ആ റേഞ്ചിലായിരിക്കും ഒരു 2 BHK നമുക്ക് അപ്പാർട്ട്മെന്റ് എടുക്കണമെങ്കിൽ. ഇപ്പൊ ഇൻഡിവിജ്വൽ വീടുകളൊക്കെ എടുക്കാനാണെങ്കിലോ, ഇൻഡിവിജ്വൽ വീടുകൾ ഇപ്പൊ ഒരു നല്ലൊരു സ്ഥലത്ത് എടുക്കണമെങ്കിൽ ഒരു 16,000 to 20,000 പെസോസ് ആയി മാറിയിട്ടുണ്ട്. അത് പക്ഷെ ഒരു 3 BHK 4 BHK ഒക്കെ 3 BHK 2 BHK ആയാലും തന്നെയാണ് ഇൻഡിവിജ്വൽ ഹൗസിന്റെ റേറ്റ് ഇവിടെ. ഇൻഡിവിജ്വൽ ഹൗസ് ഇപ്പൊ ഗൊദലഹാര വളരെ എക്സ്പെൻസീവ് ആണ്. 2 BHK ഒക്കെയും
റേറ്റ് തന്നെ വരും. എങ്ങനെ പോയാലും 16,000 to 20,000 പെസോയിൽ വരും. അല്ലെങ്കിൽ പിന്നെ 2 ഓപ്ഷൻ ഉണ്ട് എപ്പോഴും, സിറ്റിയുടെ അകത്ത് താമസിക്കാം അല്ലെങ്കിൽ സിറ്റിയുടെ വെളിയിൽ വളരെ ദൂരെ താമസിക്കാം. അതായാൽ പോലും അത്രയും റേറ്റ് വ്യത്യാസം ഒന്നും വരുന്നില്ല ഇപ്പൊ. ആക്ച്വലി ഇപ്പോ 16 to 20 ആണ് ഒരു ആവറേജ് പ്രൈസ്. ഒരു വീട് ഇൻഡിവിജ്വൽ വീടായിട്ട് എടുത്ത് താമസിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതാണ് വീടിന്റെ എക്സ്പെൻസ്. ഇനി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ല ഇവിടെ കമ്മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അപ്പോൾ നമുക്കിവിടെ ട്രെയിൻ അധികം പാസഞ്ചർ ട്രെയിൻസ് അവൈലബിൾ അല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ ഇല്ല, പകരം നമുക്ക് മെട്രോ ട്രെയിൻ ഉണ്ട്. പക്ഷെ ഗോദലഹാരയിലെ മെട്രോ ട്രെയിനിന്റെ കണക്ടിവിറ്റി വളരെ മോശമാണ്. അത് അധികമില്ല, ചെറിയൊരു ഏരിയകൾ മാത്രം കവർ ചെയ്യണമെന്നാണ് ഇവിടുത്തെ മെട്രോ ട്രെയിൻ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യണത് ബസ് തന്നെയാണ്. കാരണം ബസ്സിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ് ഗോദലഹാരയില്. എവിടെ പോയാലും ബസ് അവൈലബിലിറ്റി ഉണ്ടാവും. വളരെ അതിനൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ നാട്ടിലെ പോലെ തന്നെ ഫുൾ തിരക്കായിരിക്കും ഇവിടെ. ഇവിടെ ബസ്സിന് തിരക്ക് കുറവാന്ന് വിചാരിക്കരുത്. ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും പലപ്പോഴും സമയത്ത് നമുക്ക് പറ്റില്ല. വളരെ ബുദ്ധിമുട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ, നാട്ടിൽ എല്ലാവരും ഇടിച്ച് കുത്തി കയറും, അങ്ങനത്തെ ഒരു സംസ്കാരം ഇവിടെ. എല്ലാവരും ലൈൻ നിന്ന് ക്യൂ ആയിട്ട് ലൈക് ഫസ്റ്റ് വൺ ഫസ്റ്റ് ഔട്ട് അങ്ങനത്തെ ഒരു പോളിസി ലൈക്ക് അവർ പാലിക്കുന്നുണ്ട്. ആർക്കും തെക്കും തിരക്കൊന്നും ഇല്ല, എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു. ഒരു ബസ് വന്ന് ഫുൾ ആയി കഴിഞ്ഞാൽ അടുത്ത ബസ്സിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യും, അങ്ങനെയാണ് പോവാ. അതിന്റെ എക്സ്പെൻസ് എത്രയാണ്? ഇവിടെ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചീപ്പാണ്. ഓക്കെ, ഇവിടെ 9 ബസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടേക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. 9 ബസ്സിൽ എങ്ങോട്ടും എവിടേക്ക് വേണമെങ്കിൽ. അതായത് ബസ്സിന്റെ സ്റ്റാർട്ടിന്റെ അടുത്ത സ്റ്റോപ്പ് ഇറങ്ങിയാലും 9 ബസ്സോ, അതേ ബസ്സിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് പോയാലും 9 ബസ്സോ. അപ്പൊ എങ്ങനെ യാത്ര ചെയ്താലും 9 ബസ് വരണുള്ളൂ. സോ ബസ് വളരെ ചീപ്പാണ്, പക്ഷെ ഇത്തിരി ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ. കാരണം അത് എല്ലാ ടൈമിലും ബസ് വെയിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബസ് ഫുൾ ആയിരിക്കും, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷൻ കാർ മേടിക്കാന്നുള്ളതാണ്. കാർ ഇവിടെ ചീപ്പാണ്, ഇന്ത്യനേക്കാളും വളരെ വളരെ ചീപ്പാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഫോർഡ് മസ്താങ് എന്ന് പറയുന്നത് വളരെ കാശുകാർക്ക് മാത്രം മേടിക്കാൻ പറ്റുന്ന കാറല്ലേ. ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്പെൻസീവ് ആണ്, പക്ഷെ മേടിക്കാൻ വളരെ ചീപ്പാണ്. ഒരു 2,50,000 to 3 lakhs ഉണ്ടെങ്കിൽ നമുക്കൊരു ഫോർഡ് മസ്താങ് 2016, 2017 മോഡൽ തന്നെ ഇവിടെ മേടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കാർ വളരെ ചീപ്പാണ് മെക്സിക്കോയിൽ മേടിക്കാന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം ഡൗൺ പേയ്മെന്റ് കൊടുക്കണോ ഇല്ല ലോൺ എടുക്കാൻ പറ്റുമോ? ഇവിടെ ലോൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ലോണിന്റെ പെർസെന്റേജ് വളരെ കൂടുതലാണ് മെക്സിക്കോയില് കാർ മേടിക്കാൻ. എത്ര പെർസെന്റേജ് ആവറേജ്? 15 to 20% നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ. അത് നമ്മളുടെ ഇത് നോക്കും, സിവിൽ സ്കോർ നോക്കണ പോലെ ഇവിടെ ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കും അവര്. അത് നോക്കിയിട്ടാണ് നമുക്ക് 15 to 20 അതിൽ ഏത് കൊടുക്കണം അവർ തീരുമാനിക്കുന്നത്. ഞാൻ പറയുന്നത് പ്രിഫറബിൾ കാർ തന്നെയാണ്. കാരണം ഈ സിറ്റിയിൽ പോവാൻ കാറ് വളരെ അത്യാവശ്യമാണ്. അതെ, അത് തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നമ്മൾ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, നമ്മുടെ പ്രൈവസി കുറച്ചുകൂടെ നമ്മൾ മാറ്റർ ആണെങ്കിൽ നമുക്ക് കാർ എടുക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പിന്നെ ഊബർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്, പക്ഷെ ഊബറിന്റെ ഓപ്ഷൻ നാട്ടിലേക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, നമ്മുടെ നടുപൊടിയും. പിന്നെ പെട്രോളും ഡീസലിന്റെ റേറ്റ് നാട്ടിലെ അപേക്ഷിച്ച് സെയിം ആണ്, മാറ്റമൊന്നുമില്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. 100 രൂപ അത് തന്നെ നാട്ടിലത്തെ അതേ ഏകദേശം പ്രൈസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഹലോ, അപ്പൊ നമ്മള് ഇന്നലെ ഒരു പാർട്ടിക്ക് പോയേക്കായിരുന്നു. അപ്പോ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇന്നപ്പോ നമ്മള് വീഡിയോ ബാക്കി കണ്ടിന്യൂ ചെയ്യണം. നമ്മൾ ആക്ച്വലി മീൻ വാങ്ങിക്കാൻ പോവാണ്. മീനിന്റെ വില ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ ഇന്നലെ നിർത്തിയത് വീടിനൊക്കെ എക്സ്പെൻസ്, വീടും ഡീസലും പെട്രോൾ അങ്ങനെ ട്രാൻസ്പോർട്ടേഷന്റെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മുടെ ഗ്രോസറീസ് വാങ്ങിക്കാനായിട്ട് നമുക്ക് എത്രയാവും ഓൾമോസ്റ്റ്? ഗ്രോസറീസ് ആവറേജ് നമുക്ക് വരുന്നത് ഒരു 5,000 to 6,000 പെസോസ്. ഗ്രോസറീസും ഹൗസ് ഹോൾഡ്സും എല്ലാം കൂടി വരുന്നത്. അതേപോലെ തന്നെ അതിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻസ്. ഇപ്പോൾ ഇന്ത്യൻ ഗ്രോസറീസ് മേടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പൈസ ആവുന്നത്. അതേസമയം ഇന്ത്യൻ ഗ്രോസറീസ് വേണ്ട നമുക്ക് മെക്സിക്കൻ ഫുഡ് കഴിക്കാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രോസറീസ് ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ പകുതി പൈസ വരുള്ളൂ. സോ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ മെക്സിക്കൻ ഫുഡ് അഡാപ്റ്റ് ചെയ്ത് മെക്സിക്കൻ ഫുഡ് കഴിക്കാൻ ഒക്കെ ആണെങ്കിൽ വളരെ ചീപ്പായിട്ട് ഇവിടെ ജീവിക്കാം. ഇന്ത്യയുടെ അതേ പൈസയ്ക്ക് തന്നെ നമുക്ക് മെക്സിക്കോയിൽ ജീവിക്കാൻ പറ്റും. അതേസമയം മെക്സിക്കൻ ഗ്രോസറീസും ഇല്ലാതെ നമ്മുടെ ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ സാധനങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ
ഒബിയസ്ലി ഇത് എക്സ്പെൻസീവ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പാവയ്ക്കൊന്നും നമുക്കിവിടെ കിട്ടാനേ ഇല്ല. പിന്നെ വെണ്ടയ്ക്കൊക്കെ ഇവിടുത്തെ കൈൻഡ് ഓഫ് ഒരു ലക്ഷറി ആയിട്ടാണ്. അതിനൊക്കെ കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. എത്ര പൈസ ആവും? 200 പൈസ അടുത്ത് 1000 രൂപയ്ക്കാണ് വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ടാണ് ഞങ്ങളിവിടെ കഴിക്കുക. പിന്നെ നാട്ടിലെ ഉള്ളി അതൊക്കെ 200 പൈസ തന്നെ അടുത്താവും. പിന്നെ ലൈക്ക് ഇവിടെയുള്ള യൂഷ്വൽ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. നമുക്ക് അധികം എമൗണ്ട് സവാളയും മേടിക്കാം. നമ്മൾ സവാള മേടിക്കുകയാണെങ്കിൽ ഇവിടെ ചീപ്പാണ്. പക്ഷെ അതല്ല, നമുക്ക് ചെറുള്ളി തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പെൻസീവ് ആണ്. അതെ. പിന്നെ നമ്മള് മെക്സിക്കോയിൽ വരുമ്പോഴത്തേക്കും ഉള്ള മൊബൈൽ നെറ്റ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെൽസെല്ലിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കവറേജ് ഉള്ളത്. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു കേട്ടോ. നമ്മൾ ജിയോയുടെ ഇതൊക്കെ വെച്ച് അൺലിമിറ്റഡ് ഡേറ്റ യൂസ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് പുറത്തിറങ്ങി കിട്ടുള്ളൂ. അതായത് ഇവിടെ 200ന്റെ പാക്കേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 GB കിട്ടും. അത് 1 month വാലിഡിറ്റി ആണെന്ന് തോന്നുന്നു. അതായത് ഒരു 1000 രൂപയ്ക്ക് 3 GB കിട്ടും. 150 പെസോസിന് നമുക്ക് കിട്ടുന്നത് 1.5 GB. എങ്ങനെയാണ് നമുക്കിത് കിട്ടുക? നാട്ടില് ഒരു ദിവസം കിട്ടുന്നതാണ് ഇവിടെ ഒരു മാസം കിട്ടുന്നത്. അതെ. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ടെൽസെൽ അല്ലാതെ ഇപ്പൊ സിറ്റിയിൽ മാത്രം യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇ സിം പ്രൊവൈഡേഴ്സ് ഉണ്ട്. കൈൻഡ് ഓഫ് ഇ സിം, ഡെലാഫോൺ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അവര്. പക്ഷെ അവരൊന്നും സിറ്റിയുടെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും റേഞ്ച് ഉണ്ടാവില്ല. സോ എല്ലാവരും ഇപ്പൊ എന്താ ഇവിടെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡറി സിം പോലെ ഈ സിമ്മിനെ ആഡ് ചെയ്ത് വെച്ചിട്ട് അത് യൂസ് ചെയ്യണം. അതൊരു കൈൻഡ് ഓഫ് ഒരു 20 GB ഒക്കെയും കിട്ടും. ഒരു 150 പെസോ 200 പെസോന് 20 GB വരെ കിട്ടും. പക്ഷെ അപ്പോഴും ലിമിറ്റഡ് ആണ്. നാട്ടിലെ പോലെ ഡെയിലി 2 GB കവറേജ് അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഒരിക്കലും കിട്ടില്ല. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, നമുക്കിവിടെ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഡാറ്റ കഴിഞ്ഞാലും ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഈ 3 സാധനം നമുക്ക് ഫ്രീ ആണ്. ഇവിടെ അൺലിമിറ്റഡ് ആണ് യൂസ് ചെയ്യാൻ, ഇൻക്ലൂഡിങ് കോൾസ്. പക്ഷെ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. ഏത് രാജ്യത്ത് പോയാലും ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ്. ഇന്ത്യ വിട്ടപ്പോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. പിന്നെ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണമെങ്കിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റർ ആയിരിക്കും. അതൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും നെറ്റ്വർക്ക് നമ്മൾ ടോപ്പ് ചെയ്യാണ്ട് പറ്റത്തില്ല. പക്ഷെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് വൈഫൈ കണക്ഷൻ ആണ്. വൈഫൈ ലൈക് പെർ മന്ത് എത്രയാണ് നമുക്ക് ആവുന്നത്? വൈഫൈ അത് പല ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതിലിപ്പോ ഏറ്റവും ടോപ്പ് ഓപ്ഷൻ, അതായത് ടോപ്പ് സ്പീഡായിട്ട് എടുക്കുന്നതിന് 1000 പെസോസ്, അതിലൊരു 1000 GB എന്തൊക്കെയാണ് വരുന്നത്. അതിന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളത്. നോർമൽ കേസ് എല്ലാവരും ഇവിടെ ആവറേജ് എടുക്കുന്ന വൈഫൈ ഒരു 400 പെസോ ആണ് മന്ത് വരുന്നത്. അതായത് 2000 രൂപ. അല്ല 1000 എന്ന് പറയുമ്പോൾ ഒരു 5000 രൂപയുടെ ഇതാ. നമ്മൾ എടുത്തേക്കുന്നത് മെഗാ കേബിൾ, പിന്നെ വേറെ കൂടി ഉണ്ടല്ലോ. മെഗാ കേബിൾ ഉണ്ട്, ഇസി ഉണ്ട്, ടെൽസെൽ ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. ഇപ്പൊ മിക്കവരും വൈഫൈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വൈഫൈനെ ഡിപ്പെൻഡ് ചെയ്യും. പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊബൈൽ ഡേറ്റ യൂസേജ് വളരെ കുറവാണ്. നമ്മൾ ട്രാൻസ്പോർട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ്സുകൾ. നമ്മുടെ ബാംഗ്ലൂരൊക്കെ കാണുന്ന പോലത്തെ ബസ്, അങ്ങനത്തെ ഒരു ഫീലൊക്കെ തോന്നുന്നൊക്കെ ഉണ്ട് ബസ്സുകൾ. നമ്മളിതേ ഇപ്പൊ മീൻകടയിൽ വന്നേക്കാണ്. മീൻ വാങ്ങിക്കാനുള്ള ഓരോന്നിന്റെ വില. ഈ മീനിന് 140 പെസോ, പാർഗോ 180 പെസോ. ഓക്കെ. മൊഹാറ ഇത് നമ്മളെ സീറ എന്താണ് പറയാ, നെയ്മീൻ. ഇതാണ് നെയ്മീൻ. കുഞ്ഞുങ്ങളാണ്, ചെറുതാണ്. ഇത് നമ്മുടെ നാട്ടിലത്തെ മറ്റേ ചെമ്പല്ലി, കിളിമീൻ. കിളിമീൻ അല്ലത്, വേറെ എന്തോ ടൈപ്പ് മീനാണ്. പക്ഷെ കിളിമീൻ പോലത്തെ ഒരു മീൻ. ഇതെന്ത് മീനാണ്? ഇത് കുർബീന. വലിയ ഒരെണ്ണം 140 പെസോ. 140 പെസോ. എടുക്കണോ? ഇങ്ങനെ കണ്ടിട്ട് കുറച്ച് നാളായതുപോലെ ഫീൽ ചെയ്യുന്നു. അന്ന് ഇതൊരെണ്ണം കൂടി എടുക്കാം അല്ലേ? മീനൊക്കെ കൊടുക്കുന്നു. നമുക്ക് മീനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് തരും കേട്ടോ ആള്. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്താൽ മതി. പിന്നെ അതിവിടെ എല്ലായിടത്തും ഇങ്ങനെ പ്രൊപ്പീനയുടെ ബോക്സുകളുണ്ട്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊരു ചെറിയ 10 രൂപയൊക്കെ കൊടുക്കില്ലേ, അതുപോലെ 10 പെസോ കൊടുക്കണം. 50 രൂപ കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് കട്ട് ചെയ്ത് തരും. ഇവിടെ പല പല മീനുകൾ ഇങ്ങനെ തൊലി ഉരിച്ച് വെച്ചിട്ട് വെക്കുന്നതും ഉണ്ട്. ഇവിടെ സാൽമൺ ഒക്കെ ഉണ്ട്. സാൽമണിന്റെ ഇതാണ് ഫ്രെസ്കോ 365 പെസോസ് ആണ്. കടിയാണ്. എത്ര നീറ്റ് ആയിട്ടാണ് ഇവിടെ വെച്ചേക്കണോ. കൈ കഴുകാനായിട്ടുള്ള ഇതും
നല്ല നീറ്റാണ് കേട്ടോ എല്ലാം. സാറ്റിസ്ഫൈഡ്. നമ്മള് മീൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇതിന്റെ പച്ചക്കറി വാങ്ങിക്കാൻ വന്നു. നല്ല വൈബുള്ള സ്ഥലമാണെന്ന് ഞാൻ പറയുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ ഉണ്ടോ, എല്ലാ പച്ചക്കറികളും അവൈലബിൾ ആണ്. പക്ഷേ ഇതിന് പ്രൈസ് ഇവിടെ ചീപ്പാണ്. ഒരു തിയാങ്കി മാർക്കറ്റ്സ് ആണ്, സൺഡേ മാർക്കറ്റുകളാണ്. അല്ലാണ്ട് മാർക്കറ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. സോ കണ്ടോ, എല്ലാ പച്ചക്കറികളും ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വേറെ മാർക്കറ്റിൽ പോകണം. ഇനിയുള്ളത് നമുക്ക് കറണ്ട്, വാട്ടർ ബിൽ, വൈഫൈ ഇതിന്റെയൊക്കെ എമൗണ്ട് പറഞ്ഞോളൂ ചേട്ടാ. കറണ്ട്, വാട്ടർ ബിൽ, വൈഫൈ എല്ലാം കൂടിയിട്ട് മാസം ഒരു 1000 ബസ്സാണ് നോർമലി വരിക. കറണ്ട് ബില്ല് 2 മാസം കൂടുമ്പോൾ ഒരു 300, അപ്രോക്സിമേറ്റ് 300 ആണ് ഒരു ആവറേജ് എല്ലാവർക്കും വരുന്നത്. പ്ലസ് വാട്ടർ ബില്ല് എല്ലാ മന്തും ഒരു 200-250. പിന്നെ ഇൻ്റർനെറ്റ് വരുന്നത് ഒരു 500. അപ്പോൾ എല്ലാം ചേർത്തിട്ട് ഒരു മന്ത്ലി ഒരു 1000 പെസോസ് എന്തായാലും മാറ്റി വയ്ക്കേണ്ടി വരും ഈ 3 സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്ലസ് ഗ്യാസ്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസേജ്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഒരു 3 മന്ത്സിന് ഒരു 1000 പെസോസ്. അപ്പോൾ അതിനൊരു 300 സെപ്പറേറ്റ് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒരു 1300 പെസോസ് എങ്ങനെ പോയാലും നമുക്ക് ഒരു മാസം ചിലവ് വരും. നമ്മുടെ നാട്ടിലെ പോലെ കുറ്റി, ഗ്യാസ് കുറ്റി അങ്ങനത്തെ ഇതൊന്നും അല്ല നമുക്ക്. ഫിക്സ്ഡ് ആയിരിക്കും, മിക്ക വീടുകളുടെ മേലെ ഫിക്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ടാങ്ക് പോലെ ഉണ്ടാവും, വാട്ടർ ടാങ്ക് പോലെ തന്നെ ഗ്യാസിനൊരു ടാങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ആപ്പുകളുണ്ട്. അപ്പോൾ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്തിന് അവരെ കൊണ്ട് ഫില്ല് ചെയ്ത് തരും. അങ്ങനെയാണ് ഗ്യാസ്. പിന്നെ ഇന്റർനെറ്റ് നമുക്ക് മെഗാ കേബിൾ, ടോട്ടൽ പ്ലേ, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ എന്താ, കുഴൽ കിണറൊന്നും ഇല്ല കേട്ടോ മെക്സിക്കോയിൽ. അങ്ങനെ എല്ലാം പൈപ്പ് വഴിയിട്ടാണ് വെള്ളം കിട്ടുന്നത് അല്ലേ. അത്രയല്ലേ ഉള്ളൂ. ഇനി നമുക്ക് ലേഷർ ടൈമിൽ പുറത്ത് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കണമെങ്കിൽ അതിന് മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ ചീപ്പായിരിക്കും ആസ് കമ്പയർഡ്. ഓൾസോ ഡിപ്പെൻഡ്സ് ആണ്, സ്ട്രീറ്റ് ഫുഡൊക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ചീപ്പായിരിക്കും. നമുക്ക് 10 പെസോ 15 പെസോയ്ക്കൊക്കെ നമുക്ക് ടാക്കോസ് ഒക്കെ അവൈലബിൾ ആണ്. നല്ല റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കാശാവും അല്ലേ. അതായത് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസ്റ്റോറൻറ്റ്. അതുപോലെ തന്നെ മെക്സിക്കൻ ഫുഡാണ് കഴിക്കണമെങ്കിൽ യൂഷ്വലി അത് ചീപ്പാണ്. പക്ഷെ ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി എക്സ്പെൻസീവ് ആണ്. നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് വീഡിയോ അങ്ങോട്ട് പെട്ടെന്ന് നിർത്തേക്കാം. അപ്പോൾ എല്ലാം നമ്മൾ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ്. ഇനി ഒരു കപ്പിളിന് ടോട്ടൽ ജീവിക്കാൻ എത്ര രൂപ, എത്ര പെസോ ഉണ്ടാകണം? അതായത് നമുക്ക് 2 ടൈപ്പ് കപ്പിൾസ് അറിയാം. ഒന്ന് കുട്ടികളുള്ളത്, ഒന്ന് കുട്ടികളില്ലാത്ത കപ്പിൾസ്. അപ്പോൾ കുട്ടികളില്ലാത്ത കപ്പിൾസിന് ആവറേജ് എല്ലാം കൂടി നോക്കുമ്പോൾ അറൗണ്ട് 16,000 to 18,000 ആണ് നമുക്ക് മൊത്തം ചിലവ് വരുന്നത് പോകുന്നത്. ഇത് ആർഭാട ജീവിതമല്ല ഞാൻ പറയണത്, നോർമലായിട്ട് ജീവിക്കുന്ന ഒരു കാശിൻ്റെ ചിലവാണ് പറയണത്. പ്ലസ് കുട്ടികളുള്ള ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂൾ ഫീ എന്ന് പറയുന്നത് ഏകദേശം ഒരു 8,000 to up to 20,000 ആണ്. അതൊരു നല്ലൊരു ഡീസൻറ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു 8,000 പെസോ ആണ് വരുന്നത് ഇവിടെ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കൂളുകൾക്ക് സ്പാനിഷ് മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം. അതിൽ ഇംഗ്ലീഷ് മീഡിയം തന്നെ പല സ്കൂളുകളും 8,000 ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലിങ്കൺ, വാഷിങ്ടൺ, അങ്ങനെ കുറേ സ്കൂളുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില കമ്പനികൾ, എല്ലാ കമ്പനികളിലും ചില കമ്പനികൾ നാട്ടിൽ നിന്ന് അയക്കുമ്പോൾ സ്കൂളിൻ്റെ ഫീ ഓഫർ ചെയ്യുന്ന കമ്പനികൾ ചിലതുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ഓഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ കമ്പനിയോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്തോളൂ സ്കൂൾ ഫീ കവർ ആക്കുമോ എന്നുള്ളത് ഓഫീസിൽ നിന്ന്. ഇല്ലെങ്കിൽ ഇത് അഡീഷണൽ ഒരു 8,000 പെസോ എങ്ങനെയായാലും അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് വരുന്ന സമയത്താണെങ്കിൽ ബാച്ചിലേഴ്സിന് പിന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 പേർക്കൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റ് സുഖമായിട്ട് താമസിക്കാം. അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഫാമിലിയെ പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 8,000 to 10,000 ഈ ബാച്ചിലറിന് ജീവിക്കാൻ പറ്റും. അതും ആർഭാട ചെയ്തല്ല കേട്ടോ, തട്ടിയും മുട്ടിയും ജീവിക്കാനുള്ള എമൗണ്ട് ആണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോ നൈറ്റ് പാർട്ടികൾക്ക് പോകുന്ന ആളാണ്, കാസിനോ പോകുന്ന ആളാണ്, പുറത്തുനിന്ന് ഫുഡ് ഒത്തിരി കഴിക്കുന്ന ആളാണെങ്കിൽ ഇതൊന്നും എവിടെയും മതിയാകത്തില്ല. കുറച്ചധികം ചിക്കിലി ഇറക്കേണ്ടി വരും. അതായത് മെക്സിക്കോ എന്ന് പറഞ്ഞ കാശ് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുള്ള സ്ഥലമാണ്. എസ്പെഷ്യലി ഗുദ്രഹാര പാർട്ടി പ്ലേസ് ആണ് സത്യം പറയാലോ. ബാച്ചിലേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ബാച്ചിലർ എനിക്ക് തോന്നുന്നില്ല സേവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും അവരുടെ ലൈഫിൽ. സ്ഥലങ്ങൾ കാണാനും പാർട്ടികൾ എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് മെക്സിക്കോ, ശരിക്കും പറയാൻ പറ്റും. പിന്നെ ഇവിടെ ആരും കയ്യിൽ എത്ര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. എല്ലാവരും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് റോൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇവൻ മെക്സിക്കൻസ് ആയാലും അവർക്കൊരു 10,000 ആണ് അവർക്ക് സാലറി കിട്ടുന്നതെങ്കിൽ, 10,000 പെസോസ് ആണെങ്കിൽ അവർക്ക് വീട്ടിൽ പോർച്ചിൽ കിടക്കുന്നത് ചിലപ്പോൾ പോർഷയോ BMW ബെൻസോ ഒക്കെ ആയിരിക്കും. അതെ, എങ്ങനെയാ പറഞ്ഞുതരാം. ഇവര്
നാളത്തെ കുറിച്ച് ചിന്തിക്കില്ല. ഇവരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ എൻ്റെ ടീമിലുള്ള പല പിള്ളേരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കാറ് കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും. കാരണം അവർ എല്ലാം ക്രെഡിറ്റ് ആയിരിക്കും. അവർ നമ്മളുടെ നാട്ടിലെങ്ങനെയാണ് ഒരു ജോലി കിട്ടുക, കല്യാണം കഴിക്കുക, വീട് വാങ്ങുക, ഇതൊക്കെയല്ല നമ്മളെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളർന്ന അങ്ങനെ ആയതുകൊണ്ട് കാരണന്മാര് സേവ് ചെയ്യുന്നത് മക്കളുടെ കല്യാണം, ഏറ്റവും കൂടുതൽ സ്വർണം കൊടുത്ത് മകളെ ഇറക്കിയിടാനൊക്കെയാണ് നമ്മുടെ പേരൻസ് കരുതുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവനവന് കിട്ടുന്ന ശമ്പളം അവനവൻ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, ശമ്പളം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് ഇവിടെ. ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് അങ്ങനെ തന്നെയാണ് ഇവിടെയുള്ള മെക്സിക്കൻസ്. അവരെ സംബന്ധിച്ച് അതാണ് ലൈഫ്. നമ്മളെപ്പോലെ അല്ല അവർ ചിന്തിക്കുന്നത്. അവരുടെ ചിന്താഗതിയെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ ഓക്കെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു ബാച്ചിലർ ആണെങ്കിൽ ഒരു 8,000 to 10,000 pesos മിനിമം വേണം. ഒരു കപ്പിൾസ് ആണ്, രണ്ടുപേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 16 to 18,000 ഓൾമോസ്റ്റ്. ഇപ്പൊ ഒരു ലൈക് പിള്ളേരൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരു 20,000 ഒക്കെ ഓൾമോസ്റ്റ് ആവായിരിക്കും. അല്ല, അത് കുറച്ച് കൂടും പിള്ളേരെ കൂടി വരുമ്പോൾ അവരുടെ. പക്ഷെ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എല്ലാം കവർ ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസ് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ കവർ ചെയ്യാത്ത കമ്പനികൾ ചിലതുണ്ട്. അതാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമ്മള് വ്ളോഗ് ഇങ്ങോട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഇനി ആരെങ്കിലും മെക്സിക്കോയിലോട്ട് വരുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ജോബ് ഓഫർ മെക്സിക്കോന്ന് കിട്ടുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും. അല്ല, ഇപ്പൊ മെക്സിക്കോയിൽ ഇരുന്ന് ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങളുടെ എക്സ്പെൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഇതിനോട് അടുത്തൊക്കെയാണോ ഇല്ല ഇതിൽ കൂടുതലാണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് കേട്ടോ. ഇങ്ങോട്ട് വരാനുള്ളവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. Adios amigos, bye bye.